ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ നമ്മുടെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം സദൃശ്യവാക്യങ്ങൾ 16 അധ്യായം 25 വാക്യം. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നുന്നു, അതിൻ്റെ അവസാനമോ മരണവഴികളത്രേ. 2 സുഹൃത്തുക്കൾ ഒരു സാഹസിക യാത്രയ്ക്ക് പുറപ്പെട്ടു. അമേരിക്കയിലെ സുദീർഘമായ ഒരു മരുഭൂമിയിലെ ഒരു പ്രത്യേക കേന്ദ്രമായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാൽ അതൊരു ശൈത്യകാലമായിരുന്നതിനാൽ മഞ്ഞുകാറ്റ് മൂലം വഴി കണ്ടുപിടിക്കാൻ അവർ നന്നേ പ്രയാസപ്പെട്ടു. ബന്ധപ്പെട്ട് മുന്നോട്ട് നീങ്ങുമ്പോഴാണ് തങ്ങളുടെ മുന്നിലായി 2 വരി കാൽപ്പാടുകൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ യാത്രയിൽ തങ്ങൾ തനിയെയല്ലെന്ന് അവർക്ക് തോന്നി. ആരോ 2 പേർ മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് തെളിയിക്കുന്ന ആ കാൽപ്പാടുകളെ അനുഗമിച്ച് അവർ അതിവേഗം നടന്നു. യാത്രയ്ക്കിടയിൽ ഒരു റെഡ് ഇന്ത്യൻ ആദിവാസിയെ അവർ കണ്ടുമുട്ടി. അയാൾ മുറി ഇംഗ്ലീഷിൽ അവരോട് പറഞ്ഞു, ഹേയ് വെള്ളക്കാരെ, നിങ്ങൾ എങ്ങുമെത്താതെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ അവർ നിരാശയോടെ ആ സത്യം മനസ്സിലാക്കി. എന്താണെന്നോ, തങ്ങൾ പിന്നിട്ട തങ്ങളുടെ തന്നെ കാൽപ്പാടുകളെയാണ് അവർ ഇത്രയും നേരം വീണ്ടും പിന്തുടർന്നുകൊണ്ടിരുന്നത്. പ്രിയമുള്ളവരെ, അവരെപ്പോലെ അനേകരും ഇന്ന് എങ്ങോട്ടെന്നറിയാതെ വട്ടം കറങ്ങുകയാണ്. യേശുക്രിസ്തു പ്രകാരം നമ്മളോട് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. നാം യേശുക്രിസ്തുവിനെ സ്വീകരിച്ചാൽ ഈ ജീവിതയാത്രയിലും വരുവാനുള്ള ജീവിതത്തെപ്പറ്റിയും നമുക്കും ലക്ഷ്യമുള്ളവരായി എത്തിക്കാൻ സാധിക്കും. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, നൽകിയ വചനത്തിനായി നന്ദിയുടെ സ്തോത്രം. കർത്താവിനെ മുന്നിൽ കണ്ടുകൊണ്ട് കർത്താവെ, ആ ക്രൂശിനെ നോക്കി യാത്ര ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഇപ്പോൾ ഞങ്ങൾ കഥയിൽ കേട്ടതുപോലെ ഞങ്ങളുടെ തന്നെ കാൽപ്പാടുകളെ പിന്തുടരാതെ യേശുവിൻ്റെ കാൽപ്പാടുകളെ പിന്തുടരുവാൻ തക്കവണ്ണം ഈ പ്രഭാതത്തിലെ വചന കേൾവി ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.